ലൂക്ക 22:54. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അതാണ് സംഭവം. എന്നിട്ട് ഇത്രയും കർത്താവിനാൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. കർത്താവിൻ്റെ ജീവന് വേണ്ടി നിന്നു, സഭയ്ക്ക് വേണ്ടി നിന്നു, ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവവിശ്വാസത്തിന് വേണ്ടി നിന്നു. പക്ഷെ നിനക്ക് കിട്ടിയത് എന്താ? നിനക്ക് കിട്ടിയത് ഒഴിവാക്കലും തള്ളിപ്പറച്ചിലുമാണ്. എന്നിട്ട് നീ ദൈവത്തെ വിടാതെ പത്രോസിനെ പോലെ കർത്താവിനെ അനുഗമിക്കണമെന്നുള്ള ബോധത്തിന് കർത്താവിൻ്റെ കണ്ണും വെട്ടത്തുണ്ടാകും. പത്രോസിനെ തള്ളിപ്പറഞ്ഞത് ആരാണ്? നിൻ്റെ വാളുറയിലിട് വാളെടുക്കുന്ന വാളായി നശിക്കുന്നു പറഞ്ഞ ആരോടാണ്? പത്രോസിനെ തള്ളിപ്പറഞ്ഞ കർത്താവല്ലേ. അവനെ തള്ളിപ്പറഞ്ഞിട്ടും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. പാവപ്പെട്ടവൻ നിരായുധനായി, അവൻ്റെ ജീവിതം അപകടത്തിലാണ്. കർത്താവ് പറഞ്ഞ പോലെ കേട്ടിട്ട് വാളും ഉറയിലിട്ടിട്ട് അവൻ കൊല്ലട്ടെ, എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൺവെട്ടത്തൊന്ന് ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനാണ്. അവനെ വിളിക്കും കർത്താവ് അവസാനം. അവൻ അവസാനം കണക്ക് തീർക്കാൻ വേണ്ടി വിളിക്കും. എന്നിട്ട് ചോദിക്കണത് എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ടെന്ന് കർത്താവിനറിയാം. യോഹന്നാൻ ബാക്കായി പോണ അവിടെ വെച്ചാൽ കർത്താവാണെന്ന് കണ്ടിട്ടും വളർത്തതിനെ ഇരുന്ന് കക്ഷി. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല എന്ന് പറയും. ഉടമ്പടിയല്ലേ, ചെയ്താൽ മതിയല്ല. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ. പക്ഷേ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഉടമ്പടിയല്ലേ, നമുക്കറിയാം, ചെയ്താൽ മതിയല്ല. കർത്താവല്ലേ, നമുക്കറിയാം, ചെന്നാൽ മതിയല്ല. ഈ ഒരു നിലപാടിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ചാടണം, ഒന്നും കിട്ടില്ലേലും ചാടണം. എന്തിനാണ്? കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കണം. എന്നിട്ട് അത് കർത്താവാണെന്ന് അറിയുന്ന അങ്ങനെ ഒത്തിരി പേര് സഭയിലുണ്ട്. നിങ്ങൾക്ക് ചില 10 അറിവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്താ എനിക്ക് ഉള്ളത്? സ്നേഹം ഉണ്ടായാൽ മതി. അറിവല്ല പ്രധാനം, സ്നേഹമാണ് പ്രധാനം. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യും, പ്രവർത്തിക്കും. കർത്താവിൻ്റെ നിന്ന് നമുക്ക് അടി കിട്ടിയാലും അവൻ്റെ കൺവെട്ടത്ത് നമ്മൾ പോകത്തില്ല. നമ്മൾ അവിടെ തന്നെ നിൽക്കും. ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും കർത്താവിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പത്രോസിൻ്റെ പുറകെ നടക്കുന്നത്. എന്തൊരു സ്നേഹമാണ് ആ മനുഷ്യന്! അതാണ് സ്നേഹത്തിൻ്റെ, ഉടമ്പടി സ്നേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉടമ്പടി വിശ്വാസത്തിൻ്റെ കാലമുണ്ട്, പ്രത്യാശയുടെ കാലമുണ്ട്, സ്നേഹത്തിൻ്റെ കാലമുണ്ട്, സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റത്തില്ല. അത് നമ്മൾക്ക് നിത്യജീവന് വേണ്ടി നമ്മളത് അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് പറയും, ഇത് അനുഭവിക്കാൻ തന്നെയാണ് ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. ചിലത് അനുഗ്രഹമായിട്ടും അതിശയമായിട്ടും ഒക്കെ മാറിയിട്ട് അവസാനം ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത കാര്യമാണ്. ഇതനുഭവിക്കാതെ കടന്നു പോകത്തില്ലെങ്കിൽ 12 വായിച്ചേ. യോഹന്നാൻ 12:27. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ദൈവഹിതമായിട്ട് നമ്മളെ കടന്നു പോകത്തില്ല. നമ്മളത് അനുഭവിക്കേണ്ടി വരും. ഈ അനുഭവിക്കേണ്ട കാലത്ത് വരുമ്പോൾ വിശ്വാസം വർക്കൗട്ട് ചെയ്തില്ല, പ്രത്യാശ വർക്കൗട്ട് ചെയ്തില്ല, സ്നേഹമല്ല. അവിടെ എന്താണ്? സമർപ്പണം. അതാണ് കർത്താവ് പറഞ്ഞത്. ഈശോ ആണ് ഇതിൻ്റെ അകത്ത് പത്രോസിനേക്കാളും നല്ലത്. അവിടെയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ അലക്സച്ചനൊക്കെ എപ്പോഴും തർക്കിക്കും ഞങ്ങൾ പ്രശ്നം കേൾക്കാൻ നേരത്ത്. കാര്യം അലക്സച്ചനൊക്കെ പറയും നമ്മൾ കർത്താവിൻ്റെ തനി പുരോഹിതരാണ്, ഇമേജാണ്, ആൾട്ടർ ക്രൈസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, പക്ഷെ അത് പ്രായോഗികമാണോന്ന് അറിയത്തില്ല എന്ന് പറയും. അതെന്താ ഞാനങ്ങനെ പറഞ്ഞത്? അത് നമ്മൾ ക്രിസ്തു ആണെന്ന് പറഞ്ഞാലൊക്കെ സഭയുടെ പഠനങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ അത് ആശയം എന്തുമാത്രം പ്രായോഗികമാണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറയും. സഭയെ വിമർശിച്ച് പറയണതല്ല. കാര്യം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷൻ, വിശ്വാസത്തെ എക്സ്പ്രഷൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ സമർപ്പണമുണ്ട്. അത് ഈ 12:27 ബന്ധപ്പെട്ടതാണ്. എന്താണ്? ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതിലാണ് മാർക്ക്. അതിന് 80 മാർക്കാണ്, 50 അല്ല 80 ആണ്. പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 9 മാർക്കേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 80 മാർക്കാണ് അതിന്. അതെന്താ ചെയ്യണം? അതുകൊണ്ട് ഈശോ എന്ത് പറയും? അപ്പാ ഐ കമണ്ട് മൈ സ്പിരിറ്റ് എന്ന് പറയും. എന്താണ് അവൻ? ഇതാ അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക്
സമർപ്പിക്കുന്നു, അവൻ തല ചായ്ച്ചെന്ന് പറയും. ചില കാര്യങ്ങളുടെ മുമ്പിൽ തല ചായ്ച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഉടമ്പടി കാലത്തിൻ്റെ അകത്ത് വിശ്വാസ കാലമുണ്ട്, പ്രത്യാശയുടെ കാലമുണ്ട്, സ്നേഹത്തിൻ്റെ കാലമുണ്ട്, പിന്നെ സമർപ്പണത്തിൻ്റെ കാലം. സമർപ്പണത്തിൻ്റെ കാലത്തേക്ക് എല്ലാവരും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. കാര്യം വെച്ചാൽ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത് നമ്മൾ ഒരു നിഗൂഢമായ, ഇന്നത്തെ വചനത്തിൽ പറഞ്ഞ പോലെ ഒരു ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിൽക്കും, അല്ലേ? എല്ലാം വിൽക്കും. 13 എടുത്തേ, മത്തായിയുടെ 13-ാം അധ്യായം. ഏറ്റവും ഒരു രത്നവ്യാപാരി ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിൽക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, മത്തായി ഹല്ലേലൂയ. 13:44. മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു നിധി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരും. ഈ മനുഷ്യരാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അവസാനം ദൈവരാജ്യത്തിൽ, ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യത്തേക്ക് എത്തുമ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ മനസ്സിലാകും. അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യും? എല്ലാം വിൽക്കും, ആശകൾ വിൽക്കും. നമുക്ക് കുറേ വിൽക്കാനുണ്ടാവില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ എന്തുമാത്രം ആവശ്യങ്ങളാണ് ഉള്ളത്, അതൊക്കെ നമ്മൾ കോംപ്രമൈസ് ഒത്തുതീർക്കും. എന്താണ്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആൻസർ ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായിട്ട് കരുതണം. ടേക്ക് ദി ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 3:7-8. ഫിലിപ്പി 3:7-8. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ നമ്മളെ ഒരു കാലം വരും എല്ലാം വേസ്റ്റ്, ക്രിസ്തു അല്ലാത്ത എല്ലാം വേസ്റ്റായി തോന്നുന്നൊരു കാലമുണ്ട്. അതാണ് സമർപ്പണത്തിൻ്റെ കാലം. ഒരു കാലം വരും, ദൈവരാജ്യം നിങ്ങളിൽ വരുന്ന സമയത്ത് ക്രിസ്തു അല്ലാത്തതെല്ലാം വേസ്റ്റാണെന്ന് പറയുന്നൊരു കാലമുണ്ട്. എന്താ കാര്യം? എല്ലാ സാധനവും അവസാനം വേസ്റ്റായി പോകും. എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും. നിങ്ങളുടെ മക്കൾ, ജോലി, വീട്, വിവാഹം, മക്കൾ, ഭർത്താവ്, നിങ്ങളുടെ ആരോഗ്യം, എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും. അപ്പം നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും. ക്രിസ്തുവിനെ സ്വീകരിക്കൂ. അപ്പം നമ്മളെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും 2 കൊരിന്ത്യർ 1:20 നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും. ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തിരികെത്തിക്കണതും പത്രം കൊടുക്കുന്നതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണേജുകളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും. ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനോ PR കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത്. പക്ഷേ ഉടമ്പടിയുടെ സമർപ്പണക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോക നിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം. അതാണ് ഈ സമർപ്പണത്തിൻ്റെ കാലം, ഉടമ്പടിയുടെ സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയമൊക്കെ തരണത്. എന്താ സിൽവർ ഗ്രേ ഇല്ലേ? സിൽവർ ഗ്രേ. പക്ഷേ സിൽവർ ഗ്രേയിൽ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒടുവിൽ ഈ സിൽവർ ഗ്രേക്കാർ തങ്ങൾ ആദ്യം വെച്ച നിയോഗത്തെക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തുവെന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെ പ്രതി ടേക്കപ്പ് ചെയ്യണം. കാര്യം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണുന്ന നിരാശ അല്ല,
അതിലുപരി ഏറ്റവും വലിയ ദൈവത്തിന് നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ്. അതാണ് ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത്. അതുകൊണ്ട് ഉടമ്പടി വളരെ സബ്ലിമേറ്റ് ആയിട്ടുള്ള ഒരു വോയേജാണ്, ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ക്രിസ്തുവിൻ്റെ കോളമാണ്. അവിടെ നിറവേറേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാദത്തെങ്കിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. അപ്പൊ ആദ്യ കാലങ്ങളിൽ ഇപ്പൊ തന്നെ ഞാൻ ആ ദീപക്കിന്റെ കാര്യം പറഞ്ഞു. ദീപക്ക് എന്താ സംഭവിച്ചത്? ദീപക്ക് അവസാനം മനസ്സിലായി എൻ്റെ കഴിവോ എൻ്റെ പ്രാഗൽഭ്യമോ അല്ല, മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദീപക്ക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും, ദൈവസ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും. ആ സെക്കൻഡിന് അവനെ വേറൊരു കമ്പനി 13 വർഷങ്ങൾക്ക് ശേഷം അവനെ കോൾ ഫോർ ചെയ്യും. പെട്ടെന്ന് ഇൻ്റർവ്യൂ, പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ്, എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് വരും. ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത്. പക്ഷെ അതിനുള്ളിൽ എന്ത് പറ്റും? ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും. അതാണ് അപ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീപക്കിനെ ആദ്യത്തെ പരീക്ഷണങ്ങളിലേക്ക് അവൻ പരാജയപ്പെട്ടതിൻ്റെ കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പര്യാപ്തമാക്കുകയാണ്. ഇപ്പം ദീപക്ക് എന്താ പറയണത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും. ആ ഹയർ ഓഫീസറാണ്. പക്ഷേ ഇപ്പോൾ ചെല്ലണ എന്താണ്? മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെ നമ്മളെ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈടറിവ് ഉണ്ടാകുന്നത്. ആ ഈടറിവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം വേസ്റ്റായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെ നിർവഹിച്ച് തീർക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വിവാഹം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയാം. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത്. നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയത്തില്ല, പിന്നെ അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. ആധ്യാത്മിക പരിചരണം എന്ന് പറയും. ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും, ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ്. കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാക്ക് വളക്കാതിരിക്കാൻ നോക്കണം. ഞാൻ ഉടമ്പടി എടുത്താണ്, ഒക്കെ ചെല്ലാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത്. അങ്ങനെ നാക്ക് വളച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടാണ് ഇത് പറയണത്? ആരാണിത് കേൾക്കണത്? ദൈവമല്ല ഇത് കേൾക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോട് കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നാക്ക് വളച്ച് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത്. ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ചു കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 2 ആഴ്ച കുടുംബ കുമ്പസാരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും അക്രൈസ്തരായുള്ള കാര്യങ്ങൾ ആൾക്കാരെ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി നോക്കി പാർത്തിരിക്കണം. എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും. ഇൻ കേസ് 1-2 വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് 80 മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം. അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാൾ കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ദാനമെന്ന് പറയണത്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പേര് ജോ എന്നാണ്, പാലായിൽ നിന്നാണ് വരുന്നത്. 21 വർഷമായിട്ട് ഞാൻ യുഗാലെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്. എനിക്ക് 2 മക്കളും ഭാര്യയും എല്ലാവരും അവിടെ തന്നെയാണ്.
ഞാൻ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തെപ്പറ്റി എനിക്ക് അങ്ങനെ അറിവില്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെയൊക്കെ UK ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഖമായ ജീവിതം നയിക്കുകയായിരുന്നു. ആവശ്യത്തിന് പണം, എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു രീതിയിൽ എൻ്റെ ജീവിതം മുമ്പോട്ട് പോവുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മളപ്പോൾ ദൈവത്തിൽ നിന്നും പണം ഒത്തിരി കയറി വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്നും അകലാനുള്ള സാധ്യത ഉണ്ടാവുമായിരുന്നു. UK സംബന്ധിച്ചോളം പറഞ്ഞാൽ അവിടെ യാതൊരുവിധ റിസ്ട്രിക്ഷനും ഇല്ല. നമുക്ക് ഏത് ക്ലബ്ബിൽ പോകാം, ഏത് ഡാൻസ് ക്ലബ്ബിൽ പോകാം, മദ്യപിക്കാം, ഡാൻസ് ചെയ്യാം, എന്തിനും യാതൊരു പ്രശ്നവുമില്ല സ്ഥലമല്ല. അപ്പോൾ എനിക്ക് ഒരുപാട് കൂട്ടുകാർ UK യിലുണ്ടായിരുന്നു. അങ്ങനെ UK യിലെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ഞങ്ങളിങ്ങനെ ബാറിൽ പോവുകയും ഡാൻസിന് കൂടുകയും അല്പം ലിക്കറൊക്കെ കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായി മാറി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും കുറേ വിട്ട് അകലാനുള്ള ഒരു പ്രവണത എൻ്റെ മനസ്സിലുണ്ടായി. കാരണം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, ഇനി നമുക്ക് ആരെയും ഭയപ്പെടേണ്ട, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിക്കഴിഞ്ഞു, പണമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം എന്നുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലും കൂടിക്കൊണ്ടു. നല്ല വാഹനം, നല്ല വീട്, മക്കൾക്ക് ജോലി, ഭാര്യയ്ക്ക് ജോലി, എനിക്ക് ജോലി. അപ്പോൾ ആവശ്യത്തിന് പണം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അങ്ങനെ ഞാൻ എന്ന വ്യക്തി അസൂയ, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പുകളൊക്കെ എൻ്റെ മനസ്സിലും ഉടലെടുത്തു. അങ്ങനെ ജീവിതത്തിൽ നിന്നും യേശുവിൽ നിന്നും കുറേ അകലാൻ തുടങ്ങി. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിൽ പോകുന്നു. മറ്റുള്ളവർ ഞാൻ ദേവാലയത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ തെറ്റാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ ചിലപ്പോൾ കുർബാന സ്വീകരിക്കും. യഥാർത്ഥ എൻ്റെ ഹൃദയം പരിശുദ്ധമല്ലായിരുന്നിട്ട് പോലും കർത്താവിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി. എനിക്കറിയാം ഈ കഴിക്കുന്ന യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ലെന്നും, എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയുള്ള പ്രവണതകൾ കാട്ടിക്കൂട്ടിയിരുന്നതും. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന വർഷങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം നിറഞ്ഞ എൻ്റെ യേശു, എനിക്ക് യേശുവിനോട് ഒത്തിരി സ്നേഹമുണ്ട്, പരിശുദ്ധമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവൃത്തികൾ വിപരീതമായിട്ടായിരുന്നു മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു. 8-10 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാനങ്ങനെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു ചൂടായിരിക്കും, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ അനുസരിച്ച് വെള്ളം കുടിച്ചിട്ടും ഇതിനൊരു കുറവ് വന്നില്ല. അപ്പോൾ എൻ്റെ വൈഫ് എൻഡോസ്കോപ്പിയുടെ ഹെഡായതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ MRI സ്കാനിങ്ങും കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, എന്തായാലും MRI സ്കാൻ കഴിഞ്ഞല്ലോ, എന്തായാലും നമുക്കൊരു ബയോപ്സി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി ചെയ്തപ്പോഴാണ് അറിയപ്പെടുന്നത് എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സാധാരണ ആ ക്യാൻസർ എന്ന രോഗം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എൻ്റെ മനസ്സ് തളർന്നുപോയി, മാനസികമായി ഞാൻ തകർന്നുപോയി. കാരണം ഞാൻ സമ്പാദിച്ച പണമോ ഞാൻ വെട്ടിക്കൂട്ടിയ മറ്റ് പ്രസ്ഥാനങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നെനിക്ക് തീരുമാനമായി. അപ്പോൾ ഒത്തിരി വിഷമമായി. അപ്പോൾ എൻ്റെ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഹൃദയം വെടുപ്പാകാതെ എനിക്ക് ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട ചിലരോട് അധികം ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫിൻ്റെ അനിയത്തി ഗ്ലാസ്റ്ററിലുണ്ട്. അപ്പം അവൾ കൃപാസനത്തിൽ വരികയും ഇവിടുന്ന് പ്രാർത്ഥനയും ഇവിടുത്തെ തിരിയുമായിട്ട് UK വരാറുണ്ട്. അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ തിരി രാവിലെ കത്തിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധമ്മ നമ്മളെ സഹായിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം തിന്മ നിറഞ്ഞ അല്ലെ തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പിന്തുടരുന്നുണ്ട്, എന്നാലും ഈശോ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇത് എന്താണ്, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടൊന്ന് ചേർത്തല അടുത്താണ് കൃപാസനം. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്തായാലും അവൾ കൊണ്ടുവന്നതനുസരിച്ച് ഞാൻ ആ വിശ്വാസത്തിൽ രാവിലെ 5:30 ആകുമ്പോൾ ഏക്കണമെന്ന് പറഞ്ഞു. 5:30 ആകുമ്പോൾ ഏറ്റ് കൈ വിരിച്ച് നിന്നുകൊണ്ട് ഈ തീരുന്ന ദിവസം വരെ പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥനയും വേണ്ടി തന്നു. കൃപാസനത്തിൽ കിട്ടിയ ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനയും എനിക്ക് തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയുമായി ഞാനും എൻ്റെ വൈഫും കൂടെ രാവിലെ 5:30
ഏറ്റു പ്രാർത്ഥിച്ച് കൈവിരിച്ചു എന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 3 മാസത്തോളം ആ ഒരു തിരി കത്തിത്തീർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അവരെൻ്റെ ബയോപ്സി വീണ്ടും നോക്കി. ബയോപ്സി നോക്കിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ക്യാൻസറിൻ്റെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഞാൻ ശരണം തേടുന്നു, അമ്മ എന്നോട് കരുണ കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ്, നിൻ്റെ മനസ്സിൻ്റെ വൈരാഗ്യങ്ങൾ, വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ, അസൂയ, പൊങ്ങച്ചം, ഇതെല്ലാം നിന്നിൽ നിന്ന് എടുത്തു മാറ്റാതെ നിന്നിലേക്ക് ഞാൻ കിടന്നു വരില്ല എന്ന് യേശു എന്നോട് മന്ത്രിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ന് തുടങ്ങി ഞാൻ തീരുമാനമെടുത്തു, എൻ്റെ പാവങ്ങൾ കൊണ്ട് അമ്മയുടെ മകനെ കുരിശി തറയ്ക്കുകയും ചെമ്മട്ടുകൾ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈശോ അനുഭവിച്ച വേദനയെപ്പറ്റി ഞാൻ എൻ്റെ മനസ്സിലേക്ക് എങ്ങനെയോ വന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മയ്ക്കൊരു വാക്കെടുത്തു, അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മകനെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല, അമ്മയുടെ കൂടെ തന്നെ ഞാൻ എന്നും ഉണ്ടാകും. തീർച്ചയായും എനിക്ക് എൻ്റെ രോഗത്തിൽ നിന്ന് മോചനമാക്കണം, അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മകൻ്റെ കൂടെ എന്നും നടക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഇരുന്ന് ആ സമയത്താണ് ഞാൻ വീണ്ടും ബയോപ്സിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് 2-3 ബയോപ്സി കഴിഞ്ഞു. എന്നിട്ടും ആ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്പ്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ എല്ലാ 3 മന്ത്സിലും നിങ്ങൾ PSA ടെസ്റ്റ് നോക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ആ അനുസരിച്ച് ഞാൻ അവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വീക്കിലി എന്നെ ഇൻഫോം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ ആ നാട്ടിലേക്ക് വന്നേക്കാം, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് താമസം ഉണ്ടാവുമല്ലോ എന്നോർത്ത് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. നമ്മുടെ പെറ്റ്കാൻ പോയി എറണാകുളത്ത് ചെയ്തു. പെറ്റ്കാൻ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ കോശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ പെറ്റ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സ്റ്റിൽ അവിടെ ഉണ്ട്, അതിനകത്ത് മാറ്റം ഉണ്ടായിട്ടില്ല, അതങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗംഗാധരൻ വിളിച്ചു. ഗംഗാധരൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ് പേപ്പറൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് 25 കീമോയും 3 ഇഞ്ചക്ഷനും വേണം എന്ന് പറഞ്ഞു. നിയർലി 1 year ഈ സ്റ്റേ ഇൻ ഇന്ത്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, ഐ ക്യാൻ ഡു നൗ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ ലക്ഷൂറിലേക്ക് തരാം, ഒന്നും കൂടെ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ലെറ്ററും എല്ലാം വാങ്ങിച്ച് കാറയിലേക്ക്, എൻ്റെ അളിൻ്റെ കൂടെ കാറയിലേക്ക്, അപ്പോൾ ഞാൻ അളിയും പറഞ്ഞു, എന്നാൽ ലക്ഷൂറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അളിയാ വേണ്ട, പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മയുടെ തിരിവെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കൃപാസനത്തിൽ അമ്മയുടെ അടുത്ത് ഞാൻ പോകും, അതുവരെ ഞാൻ ഒരു കാരണത്താലും ഒരു ഹീമോയ്ക്ക് ഞാൻ പോകത്തില്ല എന്ന് തീർത്ത് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ അവിടുന്ന് പോരാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മുടെ വലിയ കോവിഡ് വന്ന് പിടിപെട്ടുന്നത്. കോവിഡ് വന്ന് പിടിപെട്ടപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞു, ഓൾ ഫ്ലൈറ്റ് ക്യാൻസൽ, ലോകത്തിലേക്ക് എങ്ങോട്ടുള്ള ഫ്ലൈറ്റുകളും ഇന്ത്യയിൽ നിന്ന് ഇല്ലാതെ വരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു ലാസ്റ്റ് എനിക്ക് എൻ്റെ മക്കൾ ഇപ്പോൾ UK ഭാര്യയും UK മാനസികമായി തളർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അമ്മയോട് കൈവിരിച്ചു പ്രാർത്ഥിച്ചു, അമ്മേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എനിക്ക് എങ്ങനെയാലും എൻ്റെ ആ മക്കളുടെ അടുത്ത് പോയി മരിച്ചാൽ മതി, ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. എന്തായാലും കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിൽ കയറി എറണാകുളത്ത് നിന്ന് ഖത്തറിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 10,000 ഖത്തറിൽ മരിച്ചു വീഴിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൽ വെളിച്ചമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ 24-26 മണിക്കൂറായിട്ട് ഭക്ഷണം പോലും അവിടെ ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ എയർപോർട്ടിൽ ആരുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു മൂലയിലേക്ക് എൻ്റെ കഴുത്തിൽ അന്നൊരു കൊന്തയുണ്ട്, എപ്പോഴും ഒരു കൊന്തയുണ്ട്. ഈ കൊന്തയെടുത്ത് 24 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൊന്ത എല്ലിക്കൊണ്ടിരിക്കുക. ഞാൻ അമ്മയോട് കരഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം മൂത്രമൊഴിക്കാൻ വേണ്ടി ഞാൻ ടോയ്ലറ്റിലേക്ക് പലവട്ടം പോകുമ്പോൾ അവിടെ എല്ലാം കോവിഡ് പിടിച്ച അവിടുത്തെ പിള്ളേരാണ് മുഴുവൻ നിൽക്കുന്നത്. ഞാൻ മുഖമൊക്കെ മൂടിക്കെട്ടി അവരുടെ ഇടയിലേക്ക് കൂടെ ഞാൻ കിടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, എന്നെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലെ ഏതെങ്കിലും മശാനത്തിൽ കൊണ്ടേ തള്ളും, യാതൊരു അറിവില്ല വരും. ഞാൻ പൊട്ടിക്കരഞ്ഞൊരു മൂലയിൽ പോയിരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റേബിളിലും ഒരു സെക്യൂരിറ്റീസും ഇല്ല, ആരുമില്ല, ആരോട് ചോദിക്കാം, ആകം സംസാരിക്കാൻ ആപ്പടെ പരിശുദ്ധമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു. അപ്പം കുറേ പേര് ഇങ്ങനെ എയർപോർട്ടിൻ്റെ നിലത്ത് കിടക്കുന്നുണ്ട്, 1 വീക്കായിട്ട് ഫ്ലൈറ്റ് ഇല്ല കിടപ്പുണ്ട്. 24 മണിക്കൂർ വന്ന് ഞാൻ നമ്മുടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപാസനത്തിലമ്മയുടെ പ്രാർത്ഥന മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയെ എന്നെ കൊണ്ടുപോണേ, അമ്മയെ കൊണ്ടുപോണേ എന്ന് പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോർഡിൽ വരുന്നു, ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ദിസ് ഈസ് എ ലാസ്റ്റ് ഫ്ലൈറ്റ് ഗോയിങ് ടു UK എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പെട്ടിയെടുത്ത് ഓടി ടേബിളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ ഫ്ലൈറ്റ് പോകുമോ എന്ന് അറിയത്തില്ല, കാരണം ഇത് വലിയ ബോയിങ് ആണ്, 5,500 മേലെ ആൾക്കാരുണ്ടെങ്കിലേ പോകുള്ളൂ, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ അപ്പോഴും വിഷമമായി. പക്ഷേ വിഷമമായി കഴിഞ്ഞപ്പം എന്തായാലും അവിടെ തന്നെ ബോർഡിംഗ് പാസ് തന്നു. ഞാൻ ആ ബോർഡിംഗ് പാസ് മേടിച്ച് കഴിച്ചപ്പോൾ ആ ഫ്ലൈറ്റ് 200 പേരുണ്ട്, ഇവിടുന്ന് പോകാൻ ഒരു 200 പേരോളം അതിനകത്ത് ഇരിപ്പം 2 ദിവസമായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ഈ ഫ്ലൈറ്റ് പോകുമോ? അവർ പറഞ്ഞു, ഐ ഡോണ്ട് നോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. ഞാൻ അപ്പോഴും ആ കൊന്ത എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മുറുക്കി പിടിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കെയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നോ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പറ്റേ. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വാട്ടർ തരാം, പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യം, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം, ആ ഫ്ലൈറ്റ് UK ലാസ്റ്റ് ഫ്ലൈറ്റായിരുന്നു. പിന്നെ ഫ്ലൈറ്റേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ UK ചെന്ന് ചാടി. അവിടെ ചെന്നപ്പോൾ എല്ലാ എയർപോർട്ടുകളും കംപ്ലീറ്റ് ശാന്തമായി. എല്ലാവർക്കും അറിയാമല്ലോ, അതിനെപ്പറ്റൊന്നും വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ രോഗം ഇങ്ങനെയുണ്ടല്ലോ ഡോക്ടറെ, നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടല്ലല്ലോ, ഇത് തെറ്റായ റിപ്പോർട്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടേഴ്സിനെ വിളിച്ചു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഇവിടുത്തെ പോലെയല്ല, പെട്ടെന്ന് തന്നെ അവർ കോൺഫറൻസ് കൂടി, 3-4 ഡോക്ടേഴ്സ് കൂടി കോൺഫറൻസ് കൂടി കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട്, ജോ പ്ലീസ് കം ടു ടുമോറോ മോർണിംഗ് 10 o'clock യുവർ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് രാവിലെ 10 മണിക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞ് 3 ബയോപ്സി കഴിഞ്ഞ് 4ാം ബയോപ്സി വേറെ രീതി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് അറിയാമല്ലോ എന്ന് ഓർത്തു. ഞാനപ്പോൾ എൻ്റെ പ്രാർത്ഥന നിരന്തരമായി ഈ തിരി അവളോട് ഞാൻ പറഞ്ഞു, നിൻ്റെ തിരി ഉണ്ടെങ്കിൽ എനിക്ക് തരണം, അമ്മയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഭക്തനായി മാറി. പരിശുദ്ധ അമ്മയോട് ഭയങ്കര സ്നേഹമായി മാറിയിരിക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, ഞാൻ ഒരു കാരണത്താലും എൻ്റെ അമ്മയുടെ മകനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ പോലും ചെയ്യില്ല എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റി എല്ലാവരോടും സ്നേഹത്തിലും യോജിപ്പിലും പെരുമാറാനും എന്നെ കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ മാറ്റി എടുത്തു. അങ്ങനെ ഒന്ന് ബയോപ്സി ചെയ്യാൻ നേരത്ത് അവർ കൊണ്ടുപോയി. അന്ന് ആരെയും ഹോസ്പിറ്റലിൽ കയറ്റിയില്ല, വൈഫിനെ പോലും കയറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഇങ്ങനെ ബയോപ്സിക്ക് കയറി കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പേടിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാൻ സോറി, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബയോപ്സി വളരെ ഇച്ചിരി വേദനകരമായിരുന്നു. ഒരു 3/4 മണിക്കൂർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി എന്നെ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന എന്നെ വല്ലാതെ അലട്ടി. അപ്പോൾ അവർ പറഞ്ഞു യൂറിൻ പോകാതെ വീട്ടിൽ പറഞ്ഞു വിടിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ യൂറിൻ പോണില്ല, ഭയങ്കര സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കത്തീറ്ററിൽ ഇടണം, കത്തീറ്ററിൽ ഇട്ടാൽ മാത്രമേ പോകൂ, അതല്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഞാൻ എന്നെ കത്തീറ്ററിലിട്ടു. കത്തീറ്ററിൽ വേദന കൊണ്ട് സഹിക്കാൻ മേലാതെ ഞാൻ അയ്യോ എന്ന് വെക്കുന്നു. അപ്പോൾ നേഴ്സുമാരൊന്ന് ചോദിച്ചു എന്താണ് പ്രോബ്ലം. ഞാൻ പറഞ്ഞു എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കഴുത്തേലെ കൊന്തയെടുത്ത് എൻ്റെ കൈ ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. എനിക്ക് കൊന്തയെല്ലാം പോലും പറ്റുന്നില്ല, അത്ര വേദന ഉണ്ട്. അയ്യോ എന്ന് വെച്ച് ഞാൻ കരയുകയാണ്. അപ്പം തൻ്റെ നേഴ്സുമാർ തൻ്റെ ഒരു തോളെ കയറ്റി ഓടി ഒന്ന് എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, ടോയ്ലറ്റിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ ചോദിച്ചു, പരിശുദ്ധ അമ്മയെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ അമ്മ എന്നെ ഇത്രയും വേദനിപ്പിക്കണേ ചോദിച്ചു. ഞാൻ എന്നിട്ട് ഈ കൊന്ത ഇങ്ങനെ ഓരോ മണികളിങ്ങനെ തിന്നുന്നു. അപ്പം നേഴ്സ് വന്നിട്ടും പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരെ വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഈ വേദനയ്ക്ക് ഉള്ള മരുന്ന് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങ് പോയി. ഞാൻ നമ്മളിങ്ങനെ കൊന്ത, പരിശുദ്ധ അമ്മയുടെ കൊന്ത എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എൻ്റെ വേദനയിൽ അമ്മ കടന്നു വരണമേ, അമ്മേ എൻ്റെ വേദനയിൽ കടന്നു എനിക്ക് ആശ്വാസം തരണേന്ന് പറഞ്ഞു. എനിക്ക് മറക്കാൻ മേലാത്ത ജീവിതമാണ്. 2022 രാത്രി 12:24 പരിശുദ്ധമ്മ 1 സെക്കൻഡ് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ചരിത്രം എൻ്റെ ജീവിതത്തിലെ ധന്യമാക്കി. അമ്മ എൻ്റെ കട്ടിനിടയിലേക്ക് നടന്നു വന്നിട്ട് പറയുകയാണ് എൻ്റെ മകൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശമുണ്ടോ ഈ വേദനയും ചോദിച്ചു അമ്മ കടന്നുപോയി. അതോടുകൂടി ഞാൻ അങ്ങോട്ടല്ല, ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. പരിചയം കഴിഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ കന്ത കട്ടിലേക്ക് അറിയാതെ വീണു. ഞാൻ അവിടെ കിടന്ന് മയങ്ങി. പിറ്റേ ദിവസം ആ വേദന കുറച്ചുണ്ടായി. എന്നൊരു നല്ല കുറവായി കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. എന്നെ അവർ ഡിസ്ചാർജ് കൊണ്ടുവന്ന് വീട്ടിലാക്കി. 7 ദിവസം കത്തീഡ്രലിട്ട് വീട്ടിൽ കിടന്നു. നേഴ്സുമാർ വീട്ടിൽ വന്ന് കത്തീഡ്രൽ ഊരി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അമ്മയുടെ സാദൃശ്യം എനിക്കുണ്ടായത് കൃപാസനത്തിൽ വന്ന് പറയണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവങ്ങളൊക്കെ പല ധ്യാന ഗുരുക്കന്മാർ UK വരുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇതറിഞ്ഞ് എന്നോട് വന്നിട്ടും പറഞ്ഞു ജോ നമുക്ക് ബർമിംഗ്ഹാമിൽ ഒരു 1-way കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അവിടെ വന്ന് ഈ സാക്ഷ്യം പറയാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സോറി ഞാൻ വരത്തില്ല. കാരണം എനിക്ക് പരിശുദ്ധ അമ്മ കൃപാസനത്തിലെ അമ്മയാണ് എൻ്റെ രോഗത്തിന് ശമനം തന്നത്. ഞാൻ കൃപാസനത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും സാക്ഷ്യം പറയാൻ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നതിന് പറഞ്ഞു ജോ ഇത് 10,000 കൂടുന്ന പരിപാടിക്ക് ജോ ഈ സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരി നല്ലതല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സോറി സിസ്റ്റർ, ഞാൻ പറഞ്ഞാൽ കൃപാസനത്തിലേ പറയുള്ളൂ, മറ്റൊരു സ്ഥലത്ത് ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നു. എനിക്ക് ഇവിടുത്തെ പ്രൊസീജിയറൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ എനിക്കിങ്ങനൊരു സാക്ഷ്യം പറയാനുണ്ട്,
അപ്പം പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു പിന്നെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എന്താണെന്ന് അറിയില്ലായിരുന്നു, ഇത് ഹാർഡായിരിക്കും എന്ന് ഓർത്തായിരുന്നു. ഞാൻ എന്നാലും ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറി ചെന്നപ്പം പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലായി. ഞാൻ എല്ലാത്തും സൈൻ ചെയ്തു, അങ്ങനെ ഉടമ്പടി എടുത്തു. ഇന്നു മുതൽ ഞാൻ ഈ ഉടമ്പടിക്ക് അനുസൃതമായി മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എനിക്ക് തരട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യം നിങ്ങളോട് പോയി പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, എനിക്കിപ്പോൾ സ്റ്റില്ലായിട്ട് ഒരുപാട് അസുഖമുണ്ട്. എല്ലാ അസുഖങ്ങളും എൻ്റെ അമ്മ അതിന് പൂർണ്ണമായി തടഞ്ഞു നിർത്തിയിരിക്കുക. ഒരു മൂവ്മെൻറ്റുമില്ല. 5 വർഷമായി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. അമ്മ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വേദിയിൽ ഞാൻ വന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച്. ബൈ.